Hi all, welcome to my YouTube channel. എല്ലാവർക്കും ആൻസി ടെക് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ കേരള PSED അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ഇറിഗേഷൻ ഡിപ്പാർട്ട്മെന്റ് അതുപോലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് ഈ രണ്ട് എക്സാംസ് വിളിച്ചിട്ടുണ്ട്. നമ്മുടെ ബിടെക് ഇലക്ട്രിക്കൽക്കാർക്കാണ് ഇത് അപ്ലൈ ചെയ്യാൻ പറ്റുന്നത്. അതുപോലെ തന്നെ നമ്മൾ ഡിപ്ലോമ ലെവലിലെ എക്സാംസ് വിളിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഇനി വിളിക്കാനിരിക്കുന്ന എക്സാംസ് ആണ് സബ് എഞ്ചിനീയർ KSEB. അപ്പോൾ ഇതെല്ലാം നമ്മുടെ ഇലക്ട്രിക്കൽ ലെവൽ എക്സാംസ് ആണ്. നമ്മുടെ ഡിപ്ലോമ എന്നാലും ബിടെക് എന്നാലും ഇതിൻ്റെ എല്ലാം കോച്ചിങ് നമ്മൾ ഒരുമിച്ചാണ് കൊടുക്കുന്നത്. ഇതിനെല്ലാം നമ്മൾ ഒരു സിലബസ് ആണ് ഫോളോ ചെയ്യുന്നത്. ആ ഒരു സിലബസ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ എല്ലാ ക്ലാസ്സസും നമ്മൾ എടുക്കുന്നുണ്ട്. നമുക്കറിയാം നമ്മുടെ അസിസ്റ്റന്റ് എഞ്ചിനീയർ PWD ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുമ്പോൾ 3rd February ആണ്. സോ എല്ലാവരും അത് അപ്ലൈ ചെയ്യാം. അതിൻ്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുമ്പോൾ 21 to 40 മാക്സിമം 40 ഇയേഴ്സ് ഉള്ളവരൊക്കെ വരെ ഇതേ ഒരു എക്സാം അപ്ലൈ ചെയ്യാൻ പറ്റും. ഓക്കെ, നമ്മുടെ കഴിഞ്ഞ വർഷത്തെ കട്ട് ഓഫ് എന്ന് പറയുമ്പോൾ 53 ആയിരുന്നു. അതൊക്കെ ഒന്ന് ഓർക്കുക. നമ്മുടെ അപ്പോയിൻമെൻറ്റ്സും കഴിഞ്ഞ വർഷം 26 വരെ എടുത്തിട്ടുണ്ട്. 2014 കഴിഞ്ഞ വർഷത്തെ എക്സാം ഡേറ്റ് വന്നിട്ടുള്ളത്. സോ നമുക്ക് കിട്ടിയ ഒരു സുവർണ്ണ അവസരമാണ്. നമ്മുടെ ഈ ഒരു രണ്ട് എക്സാംസ് നമുക്ക് ബിടെക് ഇലക്ട്രിക്കലുകാർക്ക് നല്ലപോലെ പഠിച്ച് എഴുതാൻ പറ്റിയ രണ്ട് എക്സാംസ് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മൾ ഡിപ്ലോമ ലെവലായിരുന്നാലും നമ്മളിനി വരാൻ പോകുന്ന സബ് എഞ്ചിനീയർ ആയിരുന്നാലും അതുപോലെ ഡിപ്ലോമ ലെവൽ ഇലക്ട്രിക്കൽ സൂപ്പർവൈസർ ഓവർസിയർ ഇതൊക്കെ വിളിച്ചിട്ടുണ്ട്. അതുപോലെ നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ ഇതിനെല്ലാം നമ്മൾ നല്ലപോലെ പ്രിപ്പയർ ചെയ്ത് പഠിക്കുക. ഇതിൻ്റെ എല്ലാം കോച്ചിങ് നമ്മൾ കൊടുക്കുന്നുണ്ട്. ഓക്കെ, നമുക്കിനി നോക്കാം ഈ 3 എക്സാംസ് ബിടെക് എന്നാലും നമ്മുടെ ഡിപ്ലോമ എന്നാലും നമ്മുടെ സിലബസ് എങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ നമ്മുടെ സിലബസിന് ഓവറോൾ സിലബസ് നമ്മൾ ഓരോ മൊഡ്യൂളായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓരോ മൊഡ്യൂളിൽ വരുന്ന എന്തൊക്കെയാണെന്ന് നോക്കാം. ഫസ്റ്റ് മൊഡ്യൂൾ എന്ന് പറഞ്ഞാൽ ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് ആണ് വരുന്നത്. അതായത് നമുക്കറിയാം നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് പഠിക്കാനുണ്ട്, അതുപോലെ ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ വരുന്ന ബേസിക് ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പാർട്ട് 1 വരുന്നത്. അത് നമുക്ക് ഫസ്റ്റ് മൊഡ്യൂൾ പഠിക്കാനുള്ള ഇലക്ട്രിക്കൽ സർക്യൂട്ട്സ് ആൻഡ് നെറ്റ്വർക്ക് ആണ്. അപ്പോൾ ഇത് നമ്മുടെ സബ് എഞ്ചിനീയറിൻ്റെ സിലബസ് ആണ്. ഈ കാര്യങ്ങളൊക്കെ തന്നെ നമ്മുടെ AEയുടെ സിലബസും അതുപോലെ അസിസ്റ്റന്റ് ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റും AEയും സെയിം സിലബസ് ആണ്. അതിലെല്ലാം ഇതൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. അപ്പോൾ ഇതൊക്കെ നമുക്ക് നല്ല നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് നമ്മൾ ക്ലാസ്സൊക്കെ എടുക്കുന്നതാണ്. ഓക്കെ, അപ്പോൾ ഇലക്ട്രിക് കറണ്ട് എന്താണ്, വോൾട്ടേജിനെ കുറിച്ചും റെസിസ്റ്റൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ട്. അതുപോലെ എന്താണ് നെറ്റ്വർക്ക് തിയറംസ് ഇതൊക്കെ റിലേറ്റ് ചെയ്ത് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്. ഓക്കെ, ഫസ്റ്റ് മൊഡ്യൂൾ അതാണ്. സെക്കൻഡ് മൊഡ്യൂൾ എന്ന് പറയുമ്പോൾ നമ്മുടെ ഇലക്ട്രോസ്റ്റാറ്റിക്സ് ആണ്. അത് നമ്മുടെ സ്റ്റാറ്റിക് ഇലക്ട്രിസിറ്റിയെക്കുറിച്ചും ഇലക്ട്രിക് ഫീൽഡ് നമ്മുടെ AEയുടെ സിലബസ് എടുത്ത് നോക്കുകയാണെങ്കിലും അതിൻ്റെ അകത്തും വരുന്നുണ്ട്. കപ്പാസിറ്റൻസിനെ കുറിച്ചും ഡയലക്ട്രിക്സ് അതിനെക്കുറിച്ച് നമുക്ക് പഠിക്കാനുണ്ട്. അപ്പം ഇലക്ട്രോസ്റ്റാറ്റിക്സ് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കുന്നുണ്ട്. മൊഡ്യൂൾ 3 ആണെങ്കിൽ മാഗ്നറ്റിസം എടുത്ത് നോക്കുക. നമ്മുടെ AEയുടെ സിലബസിൻ്റെ അകത്ത് ഇലക്ട്രോ മാഗ്നറ്റിസം എന്നൊരു ടോപ്പിക് വരുന്നുണ്ട്. അതിൻ്റെ അകത്ത് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഓരോ ടോപ്പിക്സ് അവർ എടുത്ത് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം ചേർത്ത് നമുക്ക് മാഗ്നറ്റിസം എന്ന മൊഡ്യൂളിൽ പഠിക്കാനുള്ളത് എന്തൊക്കെയാണ്, പെർമിറ്റിവിറ്റി അബ്സൊല്യൂട്ട് പെർമിറ്റിയെക്കുറിച്ചും അതുപോലെ തന്നെ BH കർവ് നമ്മുടെ ഫാരഡേസ് ലോസ് അതിനെക്കുറിച്ച് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കാനുണ്ട്. ഓക്കെ, അതുപോലെ നമ്മുടെ മൊഡ്യൂൾ 4 AC ഫണ്ടമെൻറ്റൽസ് വരുന്നത്. അപ്പോൾ AC ഫണ്ടമെൻറ്റൽസിന് എപ്പോഴും ക്വസ്റ്റ്യൻസ് ഒക്കെ ചോദിച്ച് വരാറുണ്ട്. ഓക്കെ, ഇതിൽ നിന്നൊക്കെ നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നമുക്ക് പഠിക്കാനുണ്ട്. എന്താണ് AC ഫണ്ടമെൻറ്റൽസ് വരുന്നത്, RLC സർക്യൂട്ട്സിനെ കുറിച്ചും അതിൻ്റെ ഡിഫറെൻറ്റ് ടേംസിനെ കുറിച്ചും അതുപോലെ തന്നെ നമുക്ക് 3 phase സർക്യൂട്ട്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ മൊഡ്യൂളിൽ നമ്മൾ പഠിക്കുന്നുണ്ട്. ഓക്കെ, അടുത്ത് നമ്മൾ മൊഡ്യൂൾ 5 പോകും. മൊഡ്യൂൾ 5 എന്ന് പറയുന്നത് നമ്മൾ ഇലക്ട്രോണിക്സ് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ ഇലക്ട്രിക്കൽ പഠിക്കുമ്പോൾ നമുക്കൊരു അത് നമുക്ക് ആ ഒരു ഫ്രസ്ട്രേഷൻ ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ ഇലക്ട്രോണിക്സിലോട്ട് പോവാണ്. ഇലക്ട്രിക്കൽ നമുക്ക് ഗ്യാപ്പ് ഇട്ട് നമുക്കടുത്ത് ഇലക്ട്രോണിക്സിലോട്ട് പോവാം. അപ്പോൾ ഇലക്ട്രോണിക്സ് ആണ് നമ്മൾ മൊഡ്യൂൾ 5 നമ്മൾ ഇലക്ട്രോണിക് ഡിവൈസും സർക്യൂട്ട്സിനെ കുറിച്ച് നമ്മൾ പഠിക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ് റെസിസ്റ്റർ, കപ്പാസിറ്റേഴ്സ്, ഇൻഡക്ടേഴ്സിനെ കുറിച്ചും പിന്നെ അതേപോലെ നമ്മുടെ ഇലക്ട്രോണിക് ഡിവൈസസിനെ കുറിച്ചും സർക്യൂട്ട്സിനെ കുറിച്ചും ഡയോഡ്, റെക്ടിഫയേഴ്സ്, ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഡയോഡ്സ്, ട്രാൻസിസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെയാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മൊഡ്യൂൾ 5. മൊഡ്യൂൾ 6 നമുക്ക് പഠിക്കാനുള്ള ഡിജിറ്റൽ ഇലക്ട്രോണിക്സ്. ഇത് നമ്മുടെ സബ് എഞ്ചിനീയറിലും അതുപോലെ AEക്കും എല്ലാത്തിനും വരുന്ന സിലബസ് ആണ്. ഡിജിറ്റൽ ഇലക്ട്രോണിക്സും OpAMPനെ കുറിച്ചും നമ്മുടെ ആൻഡ് ഗേറ്റ്, നോർ ഗേറ്റിനെ കുറിച്ചും ലോജിക് ഫാമിലീസിനെ കുറിച്ചൊക്കെ പഠിക്കാനുണ്ട്. PLC ഡിവൈസിനെ കുറിച്ചൊക്കെ നമുക്ക് മൊഡ്യൂൾ 6 പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 7 വരുന്നതാണ് DC മെഷീൻസ്. നമ്മുടെ ആ ഇലക്ട്രോണിക്സിലെ കുറച്ച് പോർഷൻസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. ഇത് നമുക്ക് മെഷീൻസിലോട്ട് പോകാം. DC മെഷീൻസിനെ കുറിച്ചും മൊഡ്യൂൾ 8 AC മെഷീൻസിനെ കുറിച്ചും അത് രണ്ട് മെഷീൻസിനെ കുറിച്ച് നമ്മൾ ഡീപ്പായിട്ട് പഠിക്കുന്നുണ്ട് ഈ രണ്ട് മൊഡ്യൂളിലും. അതുപോലെ മൊഡ്യൂൾ 9 നമ്മുടെ മെഷർമെൻറ്റ്സ് ആൻഡ് മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സ്. എന്താണ് ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചും മെഷറിംഗ് ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചും ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ്സ് എനിക്ക് പഠിക്കാനുണ്ട്. TOD മീറ്റർ, മെഗറിനെ കുറിച്ചും പവർ ഫാക്ടർ മീറ്റർ, എനർജി മീറ്റർ, PMMC ഇൻസ്ട്രുമെൻറ്റ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 10 വരുന്നത് ഡിസൈൻ, എസ്റ്റിമേഷൻ ആൻഡ് കോസ്റ്റിംഗ്. ഇതിലാണ് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് ഡൊമസ്റ്റിക് വയറിങ്ങിനെ കുറിച്ചും അതുപോലെ നമ്മളെ ഇലുമിനേഷൻ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. അതുപോലെ മൊഡ്യൂൾ 11 വരുന്നത് നമ്മുടെ എർത്തിങ്ങിനെ കുറിച്ചും അതുപോലെ സബ്സ്റ്റേഷൻ, അതുപോലെ ഡിഫറെൻറ്റ് റേറ്റിംഗ്സ് ഓഫ് ബാക്കപ്പ് ഫ്യൂസിനെ കുറിച്ചും കേബിൾസിനെ കുറിച്ചും അണ്ടർഗ്രൗണ്ട് കേബിൾസിനെ കുറിച്ചും അതുപോലെ തന്നെ നമ്മൾ ടൈപ്സ് ഓഫ് എർത്തിങ്ങും ഓവർ ഹെഡ് ലൈൻസിനെ കുറിച്ചൊക്കെയാണ് ഈ മൊഡ്യൂളിൽ പഠിക്കാനുള്ളത്.
മൊഡ്യൂൾ 12 നമുക്ക് പഠിക്കാനുള്ള ഇലക്ട്രിക് സിസ്റ്റം ഡിസൈനാണ്. നമുക്ക് ഡിസൈനിലൂടെ നമ്മൾ വരികയാണ്. എന്താണ് മീഡിയം ആൻഡ് ഹൈ വോൾട്ടേജ് ഇൻസ്റ്റലേഷൻസ് കുറിച്ചും കേബിൾസ് എങ്ങനെ സെലക്ട് ചെയ്യാം, അതുപോലെ ഹൗ ടു ഇൻസ്റ്റലേഷൻ ഓഫ് ഇൻഡക്ഷൻ മോട്ടേഴ്സ് ഡിസൈനിലൂടെ നമ്മൾ വരികയാണ്. ഓക്കെ, 11 kV സബ്സ്റ്റേഷൻ അപ് ടു 630 kV വരെ എങ്ങനെ നമുക്ക് ഇൻഡോർ ഔട്ട്ഡോർ ഡിസൈൻ ചെയ്യാം, അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ മൊഡ്യൂൾ 12 പഠിക്കും. ഓക്കെ, മൊഡ്യൂൾ 13 നമ്മൾ യൂട്ടിലൈസേഷൻ ഓഫ് ഇലക്ട്രിക് പവർ എന്ന സെക്ഷനിൽ ഇലക്ട്രിക് ഹീറ്റിങ്ങിനെ കുറിച്ച് പഠിക്കാനുണ്ട്. അതിനകത്ത് വരുന്ന സബ് ടോപ്പിക്കാണ് ഇലക്ട്രിക് ഹീറ്റിങ്ങും വെൽഡിങ്ങിനെ കുറിച്ചും ഇൻഡക്ഷൻ ഹീറ്റിംഗ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇലക്ട്രിക് ഹീറ്റിംഗ് ഉണ്ട്, അതിനെക്കുറിച്ച് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും. മൊഡ്യൂൾ 14 പഠിക്കാനുള്ള ഇലക്ട്രിക് ഡ്രൈവ്സിനെ കുറിച്ചാണ്. നമ്മുടെ എയുടെ സിലബസും സബ് എഞ്ചിനീയർ സിലബസിലൊക്കെ വരുന്നതാണ്. ഡിഫറെൻറ്റ് വാട്ട് ഇസ് എ ഡ്രൈവും അതുപോലെ ക്ലാസിഫിക്കേഷൻ ഓഫ് ഇലക്ട്രിക് ഡ്രൈവ്സിനെ കുറിച്ചും ഇലക്ട്രിക് ട്രാഷൻ ഒരു കേവ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ഇലക്ട്രിക് ട്രാഷിനെ കുറിച്ചും അങ്ങനത്തെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മൊഡ്യൂൾ 14 നമ്മൾ പഠിക്കുന്നുണ്ട്. മൊഡ്യൂൾ 15 വരെ നമ്മുടെ ഇലക്ട്രിക് മെഷീൻ ഡിസൈനാണ്. അപ്പോൾ ഇത് നമ്മുടെ മെയിൻലി എയുടെ ടോപ്പിക്കിൽ എടുത്ത് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഇലക്ട്രിക് മെഷീൻ ഡിസൈൻ. അതുപോലെ നമ്മുടെ സബ് എഞ്ചിനീയറിലും വരുന്നുണ്ട്. അത് അത്ര ഡീപ്പായിട്ടില്ല, എന്നാലും നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, എന്തൊക്കെയാണ് നമ്മുടെ ട്രാൻസ്ഫോമർ ഡിസൈനും വൈൻഡിങ്സിനെ കുറിച്ചും ക്രോസ് സെക്ഷൻ ആ ഒരു മെഷീൻ DC മെഷീൻസിൻ്റെ ഡിസൈനിനെ കുറിച്ചും സ്ലോട്ട്സ് വൈൻഡിങ്ങിലൊക്കെ നമ്മൾ ചെയ്യുന്ന സ്ലോട്ട്സിൻ്റെ അറേഞ്ച്മെൻറ്റ് നമ്പർ ഓഫ് സ്ലോട്ട്സിനെ കുറിച്ചും 3 phase ഇൻഡക്ഷൻ മോട്ടറിൻ്റെ ഡിസൈനെ കുറിച്ചൊക്കെ നമുക്ക് ഈ മൊഡ്യൂൾ 15 നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, മൊഡ്യൂൾ 16 വരാണെങ്കിൽ നമ്മുടെ ജനറേഷൻ ട്രാൻസ്മിഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ സ്വിച്ച് ഗിയർ ആൻഡ് പ്രൊട്ടക്ഷൻ ഇത്രയും കാര്യം ഇലക്ട്രിക് പവർ ജനറേഷനെ കുറിച്ചും അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൽ പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 17 നമ്മുടെ പവർ സിസ്റ്റം വരാണ്. പവർ സിസ്റ്റം നമ്മുടെ എന്തൊക്കെയാണ്, വാട്ട് ആർ ദ പവർ ജനറേഷൻ കോൺസെപ്റ്റ്സിനെ കുറിച്ചും ട്രാൻസ്മിഷൻ ലൈൻ മോഡൽസ് കേബിൾ പെർഫോമൻസ് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് റിലേറ്റ് ചെയ്ത പ്രോബ്ലംസ് ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. HVDC ട്രാൻസ്മിഷനെ കുറിച്ചൊക്കെ ഈ മൊഡ്യൂൾ 17 പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 18 വരാണെങ്കിൽ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജി നോൺ കൺവെൻഷണൽ സോഴ്സസ് ഓഫ് എനർജിനെ കുറിച്ചും വിൻഡ് എനർജി ഓഷൻ എനർജി ഈ ഒരു കോൺസെപ്റ്റ് നമുക്ക് നമ്മുടെ സബ് എഞ്ചിനീയറിൽ വരുന്നൊരു ടോപ്പിക്കാണ്. അതിൽ നമുക്കിത് ക്ലിയർ ചെയ്യാനുണ്ട്. അടുത്ത മൊഡ്യൂൾ 19 നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിലോട്ട് വരുന്നത്. നമ്മുടെ സബ് എഞ്ചിനീയറിൽ ഇല്ലാത്തൊരു ടോപ്പിക്കാണിത്. ഇത് നമുക്ക് നമ്മുടെ എയുടെ സിലബസിൽ വരുന്നതാണ് കൺട്രോൾ സിസ്റ്റം. അതിൽ നമുക്ക് സിഗ്നൽസ് ആൻഡ് സിസ്റ്റത്തിനെ കുറിച്ചും ട്രാൻഷ്യൻ്റ് റെസ്പോൺസിനെ കുറിച്ചും നമ്മുടെ കൺട്രോൾ സിസ്റ്റത്തിൻ്റെ ബേസിക് കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇതിൻ്റെ അകത്ത് പഠിക്കാനുണ്ട്. ഓക്കെ, അടുത്ത മൊഡ്യൂൾ 20 വരുന്നത് നമ്മൾ കമ്മ്യൂണിക്കേഷൻ സിസ്റ്റംസും അതുപോലെ തന്നെ നമ്മുടെ മോഡുലേഷൻ AM FM മോഡുലേഷനെ കുറിച്ചും മൈക്രോവേവ് കമ്മ്യൂണിക്കേഷൻ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് കമ്മ്യൂണിക്കേഷനൊക്കെ നമുക്ക് പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 21 വരുന്നത് നമ്മുടെ പവർ ഇലക്ട്രോണിക്സ് ആൻഡ് ഡ്രൈവ്സ്, അതായത് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് പവർ ഇലക്ട്രോണിക് ഡിവൈസസ്, അതായത് തൈറിസ്റ്റേഴ്സ് ട്രയാക്കറ്റ് GTO MOSFET IGBT ഹാഫ് ബ്രിഡ്ജ് റെക്ടിഫയേഴ്സ് കൺവേർട്ടേഴ്സിനെ കുറിച്ചൊക്കെ നമുക്ക് ഈ മൊഡ്യൂളിൽ പഠിക്കാനുണ്ട്. മൊഡ്യൂൾ 22 ആണ് നമ്മുടെ ലാസ്റ്റ് മൊഡ്യൂൾ വരുന്നത്. ഇതിനകത്ത് പഠിക്കാനുള്ളതാണ് മൈക്രോ കൺട്രോളേഴ്സിനെ കുറിച്ചാണ്. PLC സർക്യൂട്ട്സിനെ കുറിച്ചും മൈക്രോ പ്രോസസ്സർ മൈക്രോ കൺട്രോളർ അങ്ങനെ കുറച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് കുറച്ച് അതിൻ്റെ ആർക്കിടെക്ചറൊക്കെ വരച്ച് പഠിക്കാനുണ്ട്. ഓരോന്നിൻ്റെയും നമുക്ക് ഫംഗ്ഷൻസ് ഒക്കെ ഇതിൻ്റെ അകത്ത് പഠിക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇത്രയും മൊഡ്യൂൾ 22 വരെയാണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഈ ഇത്രയും ഒരു സിലബസ് ഫുൾ നമ്മൾ കവർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഏതൊരു ഇലക്ട്രിക്കൽ എക്സാംസ് ഡിപ്ലോമ എന്നാലും അതുപോലെ നമ്മുടെ BTech ഇലക്ട്രിക്കൽ എക്സാംസ് നമുക്ക് നല്ലതുപോലെ പോയി എഴുതി നമുക്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. ഓക്കെ, നമ്മളങ്ങനെ നമ്മുടെ ഓരോ മൊഡ്യൂൾ അനുസരിച്ചാണ് നമ്മുടെ ക്ലാസ്സസ് കൊടുക്കുന്നത്. ഓരോ മൊഡ്യൂൾ കഴിയുമ്പോഴും നമ്മുടെ എക്സാംസ് ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ നിങ്ങളുടെ എല്ലാ എക്സാംസ് അസിസ്റ്റൻറ്റ് എഞ്ചിനീയറിൻ്റെ ലാസ്റ്റ് ഡേറ്റ് 3rd February ആണ്. അത് അപ്ലൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ ഓവർസീ ഡ്രാഫ്റ്റ്മാൻ ഗ്രേഡ് 1 ഇലക്ട്രിക്കൽ ഹാർബർ എഞ്ചിനീയറിംഗിൽ വിളിച്ചിട്ടുണ്ട്, അതും അപ്ലൈ ചെയ്യാം. അതുപോലെ ട്രാവൻകൂർ ടൈറ്റാനിയം പ്രോഡക്ട്സ് നമ്മൾ ലിമിറ്റഡ് അസിസ്റ്റൻറ്റ് മാനേജർ എന്നൊരു പോസ്റ്റ് വിളിച്ചിട്ടുണ്ട്, അതും അപ്ലൈ ചെയ്യുക. അപ്പോൾ ഇതിനെല്ലാം വരുന്ന സിലബസ് എല്ലാം കോമൺ സിലബസ് ആണ്. അപ്പോൾ ഈ ഒരു സിലബസാണ് നമ്മൾ ഫോളോ ചെയ്ത് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇൻട്രസ്റ്റ് ആയവരെല്ലാം കോൺടാക്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു. എല്ലാവരും ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.